ഫസ്റ്റിൽ പറയുന്നത് ഈ വീഡിയോ ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി ആണ്. അപ്പം ഈ വീഡിയോ പ്ലേ പർപ്പസ് ഓൺലിയാണ്. ഈ വീഡിയോ വേറെ യാതൊരു ഹാക്കിംഗ് ഇതുമായിട്ട് പെട്ടിരിക്കുന്നതല്ല ഗൈസ്. അപ്പം വീഡിയോ പോയി ഫുൾ വാച്ച് ചെയ്തിട്ട് നമ്മുടെ ചാനലിലെല്ലാം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം അടുത്ത വർഷം പെട്ടെന്നായിരിക്കും. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ഓൾ ഗൈസ്. നമ്മള് നമ്മുടെ സ്വന്തം SDSQBയുടെ വെർഷൻ 1 വെർഷൻ 1 ലോഡർ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ലോഡർ. അതിൻ്റെ കൂടെ നമുക്കൊരു ഫ്രീ ഫയർ വേണം ഗൈസ്. ഫ്രീ ഫയർ അല്ലെങ്കിൽ ഫ്രീ ഫയർ മാക്സ് വേണം. ഇതാണ് ഫ്രീ ഫയർ മാക്സ്. അല്ലെങ്കിൽ നമുക്കാണ്ട് ഈ ഒരു ഫ്രീ ഫയർ എടുത്ത് ഇടാം. എനിക്ക് പക്ഷേ നെറ്റില്ലാത്തതുകൊണ്ട് ഫ്രീ ഫയർ ലോഗിൻ ആക്കാൻ പറ്റത്തില്ല. ഫ്രീ ഫയർ മാക്സ് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ഫയർ മാക്സ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഫയറിലും ലോഗിൻ ആക്കാൻ പറ്റും ഗൈസ്. ലോഗിൻ ആകാം. ആൻറ്റി ബാൻ അല്ല, 100% ആൻറ്റി ബാൻ അല്ല, ഒരു 30% ആൻറ്റി ബാൻ ആണ് ഗൈസ്. ആൻറ്റി ബാൻ ആണ് 30%. ഒരു കളി കഴിയുമ്പോൾ ബാൻ ആവുന്നില്ല. എന്നാലും കുറച്ച് നിങ്ങൾ ബംഗ്ലാദേശ് സെർവറിൽ കയറുക. ഞാൻ അപ്പോൾ ഒരു സെർവറും കൂടെ എടുത്തിട്ട് വരാം. ആദ്യമേ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകാൻ സെർച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് സെർച്ച് ചെയ്യുക ഒരു ബംഗ്ലാദേശ് സെർവർ. ബംഗ്ലാദേശ് VPN ബംഗ്ലാദേശ് VPN എടുക്കുക. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ VPN. ഞാൻ ഈ VPN ആണ് യൂസ് ചെയ്യുന്നത്. ഈ VPN ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് വർക്കായിട്ടുള്ള. ബാക്കിയുള്ള VPN വർക്കാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള VPN യൂസ് ചെയ്യാം. ഈ VPN ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ എടുക്കാം ഗൈസ്. അപ്പോൾ കുറച്ച് നേരം ഇൻസ്റ്റാൾ ആവട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നടക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ കയറി അതിൻ്റെ അകത്തൊരു VPN കണക്റ്റ് ആക്കാം ഗൈസ്. VPN കണക്റ്റ് ആക്കുന്ന ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചത്. അപ്പോൾ ഗൈസ് VPN ഞാൻ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണക്റ്റ് ആവാം ഗൈസ്. അപ്പോൾ ഗൈസ് കണക്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഇത് കിടക്കുന്നുണ്ട്. ഒരു താക്കോലിൻ്റെ അതപ്പോൾ നമ്മൾ കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം നേരെ ഇനി നമ്മുടെ ലോഡറിലോട്ട് കയറുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ നമ്മുടെ ലോഡറിലോട്ട് നമുക്ക് കയറാം. എന്നിട്ട് ഇതിനെ ഇപ്പം കയറ്റി കാണിക്കാൻ വേണ്ടി ഡിലീറ്റ് ആക്കുകയാണ് ഗൈസ്. എന്നിട്ടാണ് ഗൈസ് ഇതിൻ്റെ അകത്തോട്ടാണ് പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക ഗൈസ്. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ഫയറോ അല്ലെങ്കിൽ ഫ്രീ ഫയർ മാക്സോ ക്ലിക്ക് അടിക്കുക ഗൈസ്. ഇപ്പം ഫ്രീ ഫയർ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. എനിക്ക് ലോഗിൻ ആക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് വർക്കാവുന്നുണ്ട്. രണ്ടിലും വർക്കാവുന്നുണ്ട്. ലാസ്റ്റ് സ്പീഡിന് ഇതിൻ്റെ അകത്ത് ലോഗിൻ ആക്കുന്ന കാണിച്ചു തരാം. എനിക്ക് എറർ വരും ഗൈസ്. അതുകൊണ്ടാണ്. ബാക്ക് ഇറങ്ങി എന്തിനാണ് സംഭവിച്ചതാണ്. നമുക്ക് ഒന്നും കൂടെ കയറാം. ഒന്നും കൂടെ കയറുമ്പോൾ ഇതേപോലെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അകത്തോട്ട് ക്ലിക്ക് അടിച്ച് ഈ സാധനം കണ്ടു ഇതിനകത്തോട്ട് ക്ലിക്ക് ആക്കുക ഗൈസ്. എന്നിട്ട് നമ്മൾ നേരെ ഈ സാധനത്തേക്ക് ക്ലിക്ക് ആക്കുക. ക്ലിയർ സ്റ്റോറേജ് ക്ലിക്ക് ആക്കി ഓക്കെ ഗൈസ്. ഓക്കെ വയ്ക്കുക. സ്റ്റോറേജ് ക്ലിയർ ആവും. പിന്നെ ഒന്നേ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ കയറിയിട്ടുണ്ട് ഗൈസ്. വെരീന ഇന്റർനാഷണൽ വന്ന് കയറിയപ്പോൾ തന്നെ ഉണ്ട്. കയറാൻ പറ്റുന്നില്ല. അത് VPN കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഗൈസ്. ഞാൻ VPN ഒന്ന് ഡിസ്കണക്ട് ആക്കിയിട്ട് ലോഗിൻ ചെയ്യാറാകുമ്പോഴത്തേക്ക് കണക്ട് ആക്കിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. അപ്പം ഗൈസ് VPN ഡിസ്കണക്ട് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ക്രാക്ട് ബൈ സെഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ഇതെൻ്റെയാണ്. ഞാൻ ചുമ്മാ ക്രാക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ വലുതാക്കാനൊക്കെ പറ്റും ഗൈസ്. ഞാൻ ഇന്ന് മൊത്തം ഇതിൻ്റെ പുറകെയായിരുന്നു. ഇന്നലെ മറ്റന്നാളെല്ലാം ഉണ്ടായിരുന്നു. ഈ DIS എടുത്തരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. DIS എന്ന് വെച്ച് കഴിഞ്ഞാൽ ESPയുടെ നമുക്ക് ഹെഡ് റേറ്റ് കൂട്ടാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് ഇങ്ങനെ വലുതാക്കിയ നീറ്റേ കുറയ്ക്കുകയല്ല ശരിയാ. ഈ സാധനം
ഇതാണ് വിഷയം. എന്നിട്ട് ഇവിടെ പിടിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാ ഒന്നാവണ. ആയി ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവിന് ഇട്ട് തയ്ക്കും. ക്ലോസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നടക്കുന്നത്. ഇതാണ് നമ്മളെ ഹാക്കിന്റെ ലോഗോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ഞാൻ നോക്കിയതായിരുന്നു. അപ്പോഴത്തേക്കും ജസ്റ്റ് എടുക്കുക ലോഗിൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ കയറിയിട്ടൊക്കെയാണ്. ഇപ്പൊ ഒരു ഇതിനകത്തോട്ട് ലോഗിൻ ആക്കാം. ഫസ്റ്റ് ലോഗിൻ ആവുക. പിന്നെ അന്ന് കയറിയപ്പോൾ അടുത്തതിലൊരു ഗെയിം ചെയ്തിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. എന്നിട്ട് നമുക്ക് ഒരു പേര് കൊടുക്കാം. ഞാൻ ഇപ്പം മൈക്രോ എന്നാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ പേര് ഇങ്ങോട്ട് ഡിലീറ്റ് ആക്കാം. സ്കൂബി സ്കൂബി ഇത് ഇങ്ങനെ എടുത്തതിന്റെ ആക്കത്തില്ല. ആദ്യം പോയി ഇങ്ങനെ ഒരു സ്കൂബിയെ ചിരിപ്പിക്കണം. അല്ല സ്കൂബിയല്ല, കെല്ലിയെ ചിരിപ്പിക്കണം. എന്നാലും ആക്കാത്തുള്ളൂ. ഞാൻ നേരത്തെ ഇത് കളിക്കുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളതാണ്. എങ്ങനെയെങ്കിലും ഒക്കെ അടിച്ചൊരു പേരിടുക. എന്തായാലും 30% ആയതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ചെലവാകിട്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. നമുക്കപ്പം PSP ഇത് ഒരു 2 ഇട്ടാൽ നമ്മളൊന്നും ഉണക്കതാണ്. അയ്യോ, ഞാൻ ബംഗ്ലാദേശ് ജോയിനാ മറന്നേ. നിങ്ങൾ ബംഗ്ലാദേശ് ഭയങ്കര സ്റ്റക്ക്. ഒന്നും പറയില്ല. നമ്മൾ ക്ലാഷ് കോഡ് കളിക്കാനാണ്. അതിനകത്ത് എല്ലാം കൂടെ വാരി വലിച്ചു കൂട്ടിയിട്ട് ഒറ്റ കളി കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3-4 കളി കളിക്കണമെങ്കിൽ സ്പീഡ് ഹാക്കാണ്. നോ റാൻഡം ഇവന്റ്സ്. കൊള്ളാം. നമ്മളൊന്നും ഓണാക്കുന്നില്ല. നമ്മൾ പാപ്പരാണ്. ഓണാക്കരുത് ആദ്യമേ. നമ്മൾ നേരെ ഓണാക്കി കഴിഞ്ഞാൽ ബാൻ അടിച്ച് കഴിഞ്ഞ് നമ്മുടെ കണ്ടോ ബാൻ അടിച്ചിട്ട് കണ്ടോ. അതാണ് ഒരു പ്രശ്നം. അതിനായിട്ട് ഞാൻ ഒരു വഴി പറഞ്ഞാണ്. ബംഗ്ലാദേശ് സെർവറിൽ കുറച്ച് നേരം കിട്ടുന്നതായിരിക്കും. ഞാൻ ബംഗ്ലാദേശിൽ പോയി പെട്ടെന്ന് ലോഗിൻ ആക്കിയിട്ട് വരാം. അപ്പം കുറച്ച് വീഡിയോ കട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ ബംഗ്ലാദേശ് സെർവറിൽ ലോഗിൻ ആയിട്ടുണ്ട്. ബംഗ്ലാദേശ് സെർവറിലാണ് ബംഗ്ലാദേശ് സെർവറിലാണ് ലോഗിൻ ആയി. നമുക്ക് കളിക്കാനോ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് സെർവർ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തതിന്റെ ഒരു കളി അപ്പം ഞാനേ പോയി അടിക്കത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ കയറുകയാണ്. എന്നിട്ട് PR പോവുക. നമ്മൾ PSP ഓണാക്കുക. എയിംബോട്ട് ഓണാക്കുക. സ്പീഡാക്കുക. അപ്പൊ നമുക്കപ്പം സാധനം സെറ്റായിട്ടുണ്ട്. അപ്പൊ ഈ ഫോണ് വർക്ക് കൂട്ടിയിട്ട് നമ്മള് നേരെ പീക്കിലോട്ട് വേണം. ഈ കല്ലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പം പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എവിടെ നാട്ടിൽ ഇവിടെ ഈ ഭാഗത്തായിട്ടുള്ള സാധനത്തിലാണ് നമ്മൾ വീക്കാണ് പറഞ്ഞത്. അപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ബൈ.